പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ പൗരന്മാരെ നാടുകടത്താൻ നടപടികളുമായി കേന്ദ്ര സർക്കാർ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ പൗരന്മാർ ഞായറാഴ്ച നാട് വിടണമെന്ന നിർദ്ദേശവും നൽകി പൂനെ ജില്ലാ ഭരണകൂടം. അല്ലേ, നാടുകടത്തൽ വേഗത്തിലാക്കാനുള്ള ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് നടപടി. ബന്ദിപ്പൂരിലുണ്ടായ ഏറ്റുമുട്ടൽ ഒരു ലഷ്കർ ഇ തൊയ്ബ കമാൻഡറെ സൈന്യം വധിക്കുകയും ചെയ്തു. പഹൽഗാം കൂട്ടക്കുരുതിക്ക് പിന്നാലെ പാകിസ്ഥാൻ പൗരന്മാർക്കെതിരെ കർശന നടപടിയിലേക്ക് നീങ്ങുകയാണ് രാജ്യം. സംസ്ഥാനങ്ങളിലെ പാകിസ്ഥാൻ പൗരന്മാരെ ഉടൻ നാടുകടത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ 111 പാകിസ്ഥാൻ പൗരന്മാരോട് ഞായറാഴ്ച നാടുവിടണമെന്ന് പൂനെ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. അതാത് സംസ്ഥാനങ്ങളിലുള്ള പാക് പൗരന്മാരുടെ പട്ടിക തയ്യാറാക്കാനും ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ നടപടികൾ റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്ക് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. അതേസമയം ബന്ദിപ്പൂരിലുണ്ടായ ഏറ്റുമുട്ടൽ ഒരു ലഷ്കർ ഇ തൊയ്ബ കമാൻഡറെ സൈന്യം വധിച്ചു. കമാൻഡർ അൽത്താഫ് ലല്ലിയെയാണ് സൈന്യം വധിച്ചത്. ഭീകരാക്രമണത്തിൽ പങ്കാളികളായ 2 ഭീകരരുടെ വീട് ജമ്മു കാശ്മീർ പ്രാദേശിക സർക്കാർ സ്ഫോടനത്തിലൂടെ തകർത്തു. പഹൽഗാം ആക്രമണത്തിലെ 2 ഭീകരരുടെ ചിത്രങ്ങൾ കൂടി അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടുണ്ട്. ഭീകരരെ കണ്ടെത്തുന്നതിനായി കൂടുതൽ സേനാംഗങ്ങളെ മേഖലയിൽ വിന്യസിക്കുമെന്ന് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കി. ഷിംല കരാർ അടക്കം റദ്ദാക്കിയ പാകിസ്ഥാന്റെ തിരിച്ചടികളെ പ്രതിരോധിക്കാൻ സജ്ജമാണെന്ന് കേന്ദ്രവും വ്യക്തമാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.